ആപ്കി അദാലത്തിൽ സ്റ്റാർ ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു തനി ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് ഷമി, താങ്കളുടെ ഗ്രാമത്തിൽ ഫാം ഹൗസിൽ ഒരു പ്രത്യേക ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കേട്ടു. പിച്ചും താങ്കളുടേതാണ്, പ്ലെയറും താങ്കളാണ്, താങ്കളുടേതായ ഒരു ലോകം. ചില സമയത്ത് ബാറ്റിങ്ങും ചെയ്യും, ചില സമയത്ത് ബോളിങ്ങും ചെയ്യും. ഞാൻ ജനിച്ച സ്ഥലം എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പിറന്ന സ്ഥലം എനിക്ക് പേരും പ്രശസ്തിയും തന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, ഫാമിലി ഉണ്ട്, ഇനി എന്താ വേണ്ടത്? പുറത്തുള്ളവർ എന്തു പറയുന്നെന്ന് ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ദിവസവും പ്രാക്ടീസ് ചെയ്യും, ആഹാരം നന്നായി കഴിക്കും, അങ്ങനെയൊക്കെ പോകുന്നു. എനിക്കിത് ഇഷ്ടമാണ്. താങ്കളുടെ ഫിറ്റ്നസിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഒക്കെയാണ് എടുക്കുന്നത്. വെറും കാലിൽ ഓടണം, ഓടുന്നത് കുതിരയെ പോലെ ഓടണമെന്നാണ്. കഴുതയുടെ ജോലി ചുമട് ചുമക്കുക എന്നതാ. അത് ചെയ്തേ പറ്റൂ, കാരണം ഫെസിലിറ്റീസിനൊന്നും അവിടെ യാതൊരു ചാൻസും ഇല്ല. ശരിക്കു പറഞ്ഞാൽ യാതൊരു ചാൻസും ഇല്ലെന്ന് പറയാം. ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഈ പ്രാദേശിക ട്രെയിനിങ് ഇതുവരെ ഫെയിലായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാമത്തിലുള്ളവർ ജീവിതത്തിൽ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് കഴിയുന്നത്, കമ്പയർ ടു സിറ്റീസ്. കാരണം സിറ്റിയിലുള്ളവർ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാനത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ക്രിക്കറ്റിന് ആവശ്യമായ ജിം സെറ്റപ്പ് ഞാൻ ഗ്രാമത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും പാടമാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയാണത് പുറത്തായെന്ന് എനിക്കറിയില്ല. അവിടെയാണ് വേറൊരു പവർ ജനറേറ്റ് ആവുന്നത്. മറ്റുള്ള ക്രിക്കറ്റ് സ്റ്റാർസൊക്കെ ഒരാൾ ലണ്ടനിലാണ് വീട് പണിഞ്ഞിരിക്കുന്നത്, മറ്റൊരാൾ ദുബായിൽ, ഒരാൾ മുംബൈയിൽ. പക്ഷെ താങ്കൾക്ക് മാത്രം എങ്ങനെ അമുർഹ ഗ്രാമത്തിലൊരു വീട് പണിയണമെന്ന് തോന്നി? ഞാനൊരു പാവപ്പെട്ടവനാണ്, എൻ്റെ അടുത്ത് അത്രയും കാശില്ല. കിട്ടിയതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എവിടെ ജനിക്കുന്നോ, എവിടെയാണോ നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ചെലവഴിച്ചത്, എവിടെയാണോ നമ്മൾ വളർന്നു വലുതായത്, പേരെടുത്തത്, ആ സ്ഥലം നമ്മൾ മറക്കരുതല്ലോ. താങ്കൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം കേട്ടു. അതായത് പിച്ചിന് പിന്നിൽ, വിക്കറ്റിന് പിന്നിൽ ഒരു ടാർപ്പ വെച്ച് കവർ ചെയ്യുന്നു കേട്ടു, ബോള് വയലിൽ പോകാതിരിക്കാൻ വേണ്ടി. അതെ, അത് മുൻപ് അങ്ങനെയായിരുന്നു. കാരണം അതായത് മുത്തശ്ശൻ്റെ മാവിൻ തോട്ടത്തിനടുത്ത് എൻ്റെ ചേട്ടന്മാരുടെ കൂടെ ഞാൻ കളിക്കുമ്പോൾ അവിടെ പിച്ചുണ്ടായിരുന്നു. അവിടെ ഒരു കോൺക്രീറ്റ് സ്ഥലവും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാ. ഹാഫ് കോൺക്രീറ്റ് ആയിരുന്നു അത്. പ്ലാസ്റ്റിക് ബോളും ടെന്നീസ് ബോളും വളരെ വേഗത്തിൽ എറിയാൻ കഴിയും അവിടെ. അതിൽ വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, കുറച്ച് അടുത്തായിട്ടൊരു മുള്ള് മരം ഉണ്ടായിരുന്നു. അതിൽ പെടാതിരിക്കാനാണ് ഞങ്ങൾ കട്ടിൽ വെക്കുന്നത്. 2-3 കട്ടിൽ നിരത്തി വെക്കും. അന്ന് ഞങ്ങള് ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അത് വർക്കൗട്ടായി. ഇപ്പോൾ ഞങ്ങൾ വളർന്നു കഴിഞ്ഞു, ഞങ്ങളുടെ സ്പീഡ് കൂടി. അതുകൊണ്ടിപ്പോൾ നെറ്റ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ 3 പേരും ഫാസ്റ്റ് ബോളർ ആകാനാണ് ആഗ്രഹിച്ചത്. കാരണം അച്ഛനും ഫാസ്റ്റ് ബോളറായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബ്ലഡിലും അതുണ്ടായിരുന്നു. ബോൾ കയ്യിൽ കിട്ടിയ ഉടനെ സ്പീഡായി എറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതും കേട്ടതുമല്ലേ നമ്മൾ ചെയ്യുന്നത്. താങ്കളുടെ ബ്രദർ പറഞ്ഞിരുന്നു, അതായത് ഒരു മാച്ചിൽ പ്ലെയർ കുറഞ്ഞതുകൊണ്ട് അതിനുവേണ്ടിയാണ് താങ്കളെ കൂട്ടിക്കൊണ്ട് പോയതെന്ന്. അപ്പോൾ താങ്കൾ കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ട് ഇതുപോലത്തെ മാച്ചിനൊന്നും വിളിച്ചോണ്ട് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ബാറ്റിങ്ങിന് വിടണ്ട, ഒരുപക്ഷെ വിടുകയാണെങ്കിൽ ഓപ്പണിംഗ് വിടണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഷമി ഓപ്പണിംഗ് ബാറ്റ്മാനായിട്ട് ഇറങ്ങി ധാരാളം 6 അടിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുപോലുള്ള ബോളിൽ ഞാൻ കളിച്ചിട്ടേ ഇല്ല. ഡ്യൂക്സ് ബോളിൽ ഞാൻ ഒരിക്കലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ടെന്നീസ് ബോളിലാണ് കളിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു കളിക്കുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ. അവരെന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആദ്യം എനിക്കൊരു കോൺഫിഡൻസ് തന്നു. ഞാൻ വിചാരിച്ചു അവരെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഫീൽഡ് ചെയ്യിക്കാനായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് ബൗളിംഗ് ചെയ്യാനായിരുന്നു ആഗ്രഹം. ടോസ് കിട്ടിയപ്പോൾ അവരെന്നെ വിളിച്ച് ബാറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അച്ഛനുമായിട്ട് എനിക്ക് ചെറിയ വാക്കുതർക്കമുണ്ടായി. ഒരു ചെറിയ അഡ്വൈസ് തന്നു. ലൈൻ മറന്നേക്കാൻ പറഞ്ഞു, ബോഡിയിൽ ടച്ചാവരുതെന്ന് പറഞ്ഞു. ആദ്യത്തെ പന്ത് അടിച്ചു, പിന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. 11-12 ഓവറിൽ 100 അടിച്ചു ഞാൻ. അതിനുശേഷം താങ്കൾക്ക് മാച്ച് കളിക്കാനുള്ള സന്ദർഭങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഭയങ്കര ഡിമാൻഡായി. കാരണം ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ അടിച്ചാൽ നല്ല ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. ഇവന് ആദ്യം ഇറക്കണമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. പക്ഷേ
ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോക്കലിലുള്ള ആളുകൾക്ക് ഞാനൊരു ബാറ്റ്സ്മാനാണെന്നേ അറിയൂ. ബൗളിംഗ് ഞാൻ പിന്നീടാണ് തുടങ്ങിയത്. ഞാൻ ബൗളിംഗ് തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ നല്ല സ്പീഡായിട്ട് എറിയാൻ തുടങ്ങി. അതന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഫാസ്റ്റ് ബൗളർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോഴും താങ്കളുടെ ബാറ്റിംഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമാണ് താങ്കൾ 50 അടിച്ചത്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ താങ്കളും ബുംറയും കളിച്ചുകൊണ്ടേയിരുന്നു, ഔട്ട് ആയിട്ടേ ഇല്ല. ഇതുപോലുള്ള ചാൻസ് വളരെ റെയറായിട്ടേ കിട്ടൂ. ഞങ്ങളുടെ ഊഴം വരുമ്പോ വെള്ളം തലയ്ക്ക് മുകളിലായിട്ടുണ്ടാവും. റണ്ണെടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷേ 2 50, അതും ഇംഗ്ലണ്ടിനെതിരായി. ഇത് പലരുടെയും ഡ്രീമാണ്, ഇംഗ്ലണ്ടിൽ 50 അടിക്കണമെന്നുള്ളത്. അതെനിക്ക് കിട്ടി. ഷമി, താങ്കൾ അമ്രുഹയിലുണ്ട്, മുറാദാബാദിലുണ്ട്. ഈ ഏരിയ ഉത്തർപ്രദേശിലാണ് ഉള്ളത്. പക്ഷേ ഉത്തർപ്രദേശ് ടീമിൽ താങ്കൾക്ക് സന്ദർഭം ലഭിച്ചിട്ടേയില്ലേ? സർ, അതൊരു വലിയ സ്റ്റോറിയാണ്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അവർക്ക് എൻ്റെ സ്കില്ല് ഇഷ്ടപ്പെട്ടില്ല. ശരി, നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഞാൻ കരുതി. അത് കഴിഞ്ഞ് നേരെ കൽക്കട്ടയിലേക്ക് മൂവ് ചെയ്തു. അവിടെ ലീഗ് സിസ്റ്റമുണ്ട്. അവിടെ നമുക്ക് ലീഗ് മാച്ച് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടും, പെർഫോം ചെയ്യാനുള്ള സമയം കിട്ടും. 2-3 വർഷം കഴിഞ്ഞും ഞാൻ അവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് 9-10 മാച്ചുകളിൽ 40 വിക്കറ്റ് എടുത്തു. അപ്പോഴാണ് ഒരു ക്യാമ്പിൽ ചേർത്തത്. അവിടുത്തെ റൂൾസ് കൊള്ളാം. 4-5 വർഷം ക്ലബിൽ കളിച്ച് പിന്നെ ലോക്കൽ ടീമിൽ ഇടം കിട്ടി. അത് കഴിഞ്ഞ് ക്യാമ്പിലേക്ക് പോകണം, ക്യാമ്പിൽ നമ്മൾ പെർഫോം ചെയ്യണം. ഈ ഒരു സിസ്റ്റത്തിനെല്ലാം വേണ്ടിയാണ് ഞാൻ കൽക്കട്ടയിലേക്ക് മൂവ് ചെയ്തത്. ഇങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. കൊൽക്കത്തയിൽ സൗരവ് ഗാംഗുലി താങ്കളുടെ ബൗളിംഗ് കണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ആദ്യം അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു. കൽക്കട്ടയിൽ എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. ഞാൻ വേവിച്ച കടല കഴിക്കുന്നതിന് അവിടെ ഗൂഗിണി എന്നാണ് പറയുന്നത്. എന്റെ മുന്നാടി അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അതിനു മുമ്പിൽ. അതിന്റെ കൂടെ റൈസ് കഴിക്കാം, റൊട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ആ ടോസ്റ്റ് അവിടെ വെച്ചിരുന്നു. അപ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു കഴിക്കെന്ന്. കഴിക്കാനോ? എന്ത് കഴിക്കാൻ? എന്തെങ്കിലും ഇതിന്റെ കൂടെ വേണ്ടേ? റൊട്ടി വരട്ടെ, അല്ലെങ്കിൽ റൈസ് വരട്ടെ? അതിനവൻ പറഞ്ഞു അതൊന്നുമില്ല, ഇതാണ് കഴിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ആ കടല മാത്രം ഞാൻ എടുത്ത് കഴിച്ചു. എവിടെയാണ് താമസിച്ചിരുന്നത്? ആദ്യത്തെ ഒരു 10-15 ദിവസം എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അതായത് അവിടെ CCFC ക്ലബ്ബുണ്ടായിരുന്നു. അവിടെ രാത്രിയൊക്കെ എന്നും പാർട്ടി നടക്കുമായിരുന്നു. അവിടെ ഒരു ഹാളുണ്ടായിരുന്നു. അവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കിടന്നുറങ്ങുന്നത്. തുടക്കത്തിൽ ഒരു 10-15 ദിവസം അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്. 3-4 പിള്ളേരുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി താമസിക്കാനൊരു സ്ഥലം കണ്ടെത്താമെന്ന്. അന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീടൊരു മുറി കിട്ടി. ഞങ്ങൾ 3-4 പേര് ഒന്നിച്ച് അവിടെ താമസിച്ചു. ആദ്യത്തെ 2 വർഷം അങ്ങനെയാണ് പോയത്. പിന്നീടൊരു വലിയ ക്ലബ്ബിൽ സൈൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അവിടെ 2 വർഷം പെർഫോം ചെയ്തു. അവരെന്നെ അവരുടെ മെസ്സിൽ കൊണ്ടുപോയി നിർത്തി. ശരി, അവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. എന്റെ മനസ്സിൽ എന്തായിരുന്നു വെച്ചാൽ ഇത്രയും ദൂരം വന്നല്ലോ, കളിയാണ് നമുക്ക് വലുത്. അതായത് ഞാൻ ജനിച്ചപ്പോ തൊട്ട് വീട്ടിലെ ഒരു ജോലിയും ചെയ്തിട്ടുമില്ല. കുടിക്കാൻ വെള്ളം പോലും അമ്മയോട് ചോദിക്കും, അമ്മയാണ് എടുത്തുകൊണ്ടുവന്ന് തരിക. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ വാഷ് ചെയ്യണം. അടുത്ത ദിവസം മാച്ച് ഉണ്ടാവും, വീണ്ടും ആ ഡ്രസ്സ് നമ്മൾ തന്നെ വാഷ് ചെയ്യണം. ആഹാരം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 4-5 വർഷം നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതുമായിട്ട് യോജിച്ചു പോകാൻ തുടങ്ങി. പിന്നീട് അത് ശീലമായി, അത് ബെറ്ററായി തന്നെ തോന്നി തുടങ്ങി. പണം കിട്ടാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? പണത്തിന്റെ കാര്യം പറഞ്ഞ ഫസ്റ്റ് ഇയർ അവർ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പണം കിട്ടാൻ ചാൻസ് ഇല്ലാന്ന്. ഞാൻ ഗ്രാമത്തിൽ നിന്ന് പോയതല്ലേ, ചാൻസിന് വേണ്ടി പോയതല്ലേ, ചാൻസ് കിട്ടിയാൽ മതിയെന്നായിരുന്നല്ലോ ആഗ്രഹം. ഒരു ചാൻസ് തരാൻ പറഞ്ഞു, പക്ഷേ അവർ തന്നില്ല. അടുത്ത വർഷം ഞങ്ങൾ മറ്റൊരു ക്ലബിൽ ജോയിൻ ചെയ്തു. തുടക്കത്തിൽ അതും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് കളിപ്പിച്ചു. സിമെന്റിൽ ബൗൾ ചെയ്യാൻ പറഞ്ഞു. സിമെന്റ് തറയിൽ ബാള് ബാറ്റുമായിട്ട് കണക്റ്റ് ആവില്ല. അതിന് അവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ കളിപ്പിക്കാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, സർ കാശ്? അത് അവരൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ അവർ പറഞ്ഞു ആദ്യം നിങ്ങൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണട്ടെ, എന്നിട്ട് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. 14 മാച്ച് കളിച്ചു, 44 വിക്കറ്റ് എടുത്തു. ഏകദേശം ഒരു 300 റൺ അടിച്ചിട്ടുണ്ടാവും. അത് കണ്ട് അവർ എന്നോട് കരുണ തോന്നി എനിക്ക് 20,000 രൂപ സാലറി ആയിട്ട് തന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് പ്രഷർ തോന്നിയിട്ടില്ല. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു ലൈഫിൽ. രാത്രി ട്രെയിനിൽ തിരിച്ചു വരണം. ഒരേ ഒരു വണ്ടിയേ ഉള്ളൂ, ദോൺ എക്സ്പ്രസ്. രാത്രി ആരെങ്കിലും പോക്കറ്റ് കട്ടിയോന്നുള്ള പേടി. ആദ്യമായി 20,000 രൂപ കിട്ടിയതല്ലേ, അതുകൊണ്ട് ആ യാത്രയിൽ ഞാൻ ഉറങ്ങിയതേയില്ല. ആരെങ്കിലും പോക്കറ്റ് കട്ടിയോന്ന് പേടിച്ച്. അതും ഉൾപാക്കറ്റിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്.
അങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്ന് ആ കാശെടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ എടുത്തു കൊടുത്തു. അമ്മ അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തില്ല. ഇത് നീ തന്നെ വെച്ചോ, നല്ലത് നടക്കുമെന്ന് പറഞ്ഞു. താങ്കളുടെ കരിയർ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയർ കുറവായതുകൊണ്ട് താങ്കളുടെ ജ്യേഷ്ഠൻ താങ്കളെ കൂട്ടിക്കൊണ്ട് പോയതുപോലെ താങ്കൾക്ക് കിട്ടിയ സന്ദർഭങ്ങളെല്ലാം തന്നെ രഞ്ജിയിലും ഒരു പ്ലെയർ ഇഞ്ചുറി ആയതുകൊണ്ടാണ് താങ്കൾക്ക് ചാൻസ് കിട്ടിയത്. അത് കാരണം ആ സമയത്ത് വൈറൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഈഡനിൽ മാച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് 7 പ്ലേയേഴ്സിന് പനിയായിരുന്നു. എനിക്കും പനിച്ചു തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഡെങ്കു ഫീവർ സ്പ്രെഡായിരുന്നു. കൊൽക്കത്തയിൽ ആ സമയത്ത് കൊതുവിൻ്റെ ഒരു സങ്കേതമായിരുന്നു. എനിക്കും ഡെങ്കു പിടിപെട്ടു. ബട്ട് എന്നാലും ഞങ്ങൾ ധൈര്യമായിട്ട് കളിച്ചു. കാരണം 4 പ്ലേയേഴ്സേ ഫ്രഷായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ പോയും വന്നും കൊണ്ടിരിക്കുകയായിരുന്നു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി. സോ വളരെ ബുദ്ധിമുട്ടിയാണ് ആ മാച്ച് കളിച്ചത്. ആദ്യ മാച്ചിൽ ഞാൻ 3 വിക്കറ്റ് എടുത്തെന്ന് തോന്നുന്നു. അന്ന് ആ സീസണിൽ എനിക്ക് 4 മാച്ച് കളിക്കാൻ കഴിഞ്ഞു. പിന്നീട് എന്നെ നേരെ ICUയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. സന്ദർഭം കിട്ടിയതും താങ്കൾ 9 വിക്കറ്റ് എടുത്ത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. അതെ, അത് ടെസ്റ്റ് മാച്ച് ഡെബ്യൂയിലാണ് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ. അത് നമ്മുടെ ഗ്രൗണ്ടാണ്. അത് നമുക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതായത് ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോയോ അത് ഞാൻ മറന്നുപോയി. സച്ചിൻ ഭായിന്റെ തോളത്ത് കൈവച്ചപ്പോൾ ഞാൻ എല്ലാം മറന്നു. കാരണം അതുവരെ ഞാൻ അദ്ദേഹത്തെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ തോളത്ത് അദ്ദേഹം കൈവയ്ക്കുന്നു, അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു, ഞാൻ എല്ലാം മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു ഇതുവരെ എന്ത് ചെയ്തിരുന്നോ അതന്നെ ചെയ്യാൻ. അതായത് ഞാൻ തുടക്കത്തിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ, അതായത് നന്നായി ബൗൾ ചെയ്യണം, നല്ല ഏരിയയിൽ ബൗൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ കരുതിയിരുന്നതാണ്. അതൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ട ഉടനെ മറന്നുപോയി. ഷമി, താങ്കൾക്ക് ഒരു സമയം വരുമെന്ന് സച്ചിൻ തെണ്ടുൽക്കർ താങ്കളോട് പറഞ്ഞിരുന്നു. അതായത് താങ്കൾ സച്ചിൻ തെണ്ടുൽക്കറെ നേരിട്ട് കണ്ടു കാണും. അദ്ദേഹത്തിന്റെ അടുത്ത് അത്രയ്ക്ക് ക്വാളിറ്റി എന്താ ഉള്ളത്? റൺ അടിച്ചുകൊണ്ടേയിരിക്കും, അടിക്കുന്ന ഒരു മിഷനാണ് അദ്ദേഹം. സച്ചിൻ ഭായിയുടെ റണ്ണെടുക്കാനുള്ള ആവേശം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഗ്രേറ്റ് അല്ലേ? സത്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. 2019 താങ്കൾക്കൊരു സന്ദർഭം ലഭിച്ചിരുന്നു. അതായത് ഭുവനേശ്വർ കുമാർ ഇഞ്ചോർ ആയ സമയത്ത്. എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ്. 2019 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലായിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ വർഷം എനിക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് ആ അവസരം എനിക്ക് കിട്ടിയത്. അതായത് അന്ന് ആ വർഷം, അതായത് 2019 വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഞാനായിരുന്നു. ആ സമയത്ത് എപ്പോഴാണ് എനിക്ക് അവസരം കിട്ടുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം കൂടുതൽ വിക്കറ്റ് എടുത്തത് ഞാനായിരുന്നു. എനിക്ക് ഒരു കാര്യത്തിലാണ് എപ്പോഴും വിശ്വാസം. അള്ളാഹുവിനെയും നമ്മുടെ ദൈവത്തെയും വിശ്വസിച്ച, നമ്മൾ കഠിനാധ്വാനം ചെയ്ത, നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. തുടർച്ചയായി പരിശ്രമിച്ചാൽ അതിന്റെ ഫലം എന്തായാലും കിട്ടും. പിന്നെ 2022 ബൂമറയ്ക്ക് പരിക്ക് പറ്റിയ സമയത്തും താങ്കൾക്ക് ഒരു സന്ദർഭം ലഭിച്ചു. 150-53 സ്പീഡിലാണ് ബോൾ ചെയ്തത്. സർ, അത് പവർ ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ കാണുന്ന ഈ ICC ഈവൻറ്റ്സ് എല്ലാം, അതിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല ആ ചാൻസ് എനിക്കെപ്പോൾ കിട്ടുമെന്നോർത്ത്. പക്ഷേ എനിക്ക് ആ ചാൻസ് കിട്ടിയപ്പോൾ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എനിക്ക് എന്നാലാവുന്നിടത്തോളം ഞാൻ കളിച്ചു. മുകളിലുള്ള ആള് കുറച്ച് താമസിച്ചു. 2023 പാണ്ഡ്യ ഇഞ്ചേർഡ് ആയില്ലെങ്കിൽ താങ്കൾക്ക് സന്ദർഭം ലഭിക്കില്ലായിരുന്നു. പക്ഷേ ആ കിട്ടിയ സന്ദർഭം താങ്കൾ വെറുതെ കളയുകയും ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈവൻ എനിക്ക് ഇതിലും എന്തെങ്കിലും നല്ലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതായത് പൂനെയിൽ മാച്ച് നടക്കുകയായിരുന്നു. പൂനെയിലായിരുന്നു കളി നടന്നത്. ഹാർദിക്കല്ല, ഞാനായിരുന്നു കളിച്ചത്. പക്ഷേ കാലത്ത് അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സോറി, ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു. നിനക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നീ കളിച്ചോ, അത് കോച്ചിനോടും ക്യാപ്റ്റനോടും പറയേ. എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല. അവൻ എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് കോച്ചിൻ്റെ അടുത്തേക്ക് പോയി. കോച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവനായിരിക്കും ഇന്ന് കളിക്കാൻ ഊഴമെന്ന്. ഞാൻ കളിച്ചില്ല, അവന് പരിക്ക് പറ്റി. അതിനുശേഷം ഞാൻ റെഗുലറായിട്ട് കളിച്ചു. റിസൾട്ട് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ താങ്കളെ തെറ്റിദ്ധരിച്ചിരുന്നു. അതായത് അവർ പറ്റിക്കപ്പെട്ടു. ന്യൂസിലാൻഡ് മാച്ചിൽ താങ്കൾ ധാരാളം റണ്ണുകളല്ലേ വിട്ടുകൊടുത്തത്? ഓരോ ദിവസവും എൻ്റേതായിരിക്കില്ല, എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്
മാക്സിമം ബെസ്റ്റ് കൊടുക്കുക എന്നതാണ്. എല്ലാ കളിയിലും 100% അധ്വാനിക്കണമെന്ന് കരുതും. എന്റെ രാജ്യത്തിനു വേണ്ടി എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് കരുതും. ഇത്രയും വലിയൊരു ജീവിതയാത്ര കഴിഞ്ഞല്ലേ താങ്കൾ വന്നിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇവിടെയുള്ളവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഷമിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്നാൽ സാർ, ഒരു സമയത്ത് അതായത് മാച്ചിനിടയിൽ താങ്കൾ ജ്യൂസ് കുടിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അത് കാരണം താങ്കൾ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? എന്റെ മതത്തിൽ, എന്റെ മുസ്ലിം സമുദായത്തിൽ എനിക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഞാൻ നോമ്പ് പിന്നീട് ആക്കാമെന്ന് വിചാരിച്ചാലും അത് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ഞാൻ തീർച്ചയായും അത് ചെയ്യും. അത് എന്റെ ജനങ്ങൾക്ക്, എന്റെ രാജ്യത്തിന് നല്ലത് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും. എന്റെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ പുറത്തെവിടെയെങ്കിലും ആണെങ്കിലോ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാമെന്ന്. നോമ്പ് നമുക്ക് പിന്നീടുമാക്കാം, അതിനുശേഷം ഞാനത് കംപ്ലീറ്റ് ചെയ്യും. ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിൽ ഫോളോ ചെയ്യുന്നൊരു കാര്യം, രോഗിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലോ പിന്നീട് നമുക്കത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റീൽ വൈറലായി അല്ലെങ്കിൽ ആ വീഡിയോ വൈറലായി എന്നതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ കാര്യമാക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം എനിക്ക് എന്റെ രാജ്യം തന്നെയാണ് വലുത്, അതിനുശേഷമാണ് ബാക്കിയല്ല. അതായത് കാരണം അത് 50 ഓവർ മാച്ചാണ്, 1-2 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. നമ്മൾ പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കളിക്കാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ധാരാളമുണ്ട്. നമുക്കങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. സോ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്റെ രാജ്യത്തിനാണ് എനിക്ക് ആദ്യത്തെ പ്രിയോറിറ്റി. എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നോമ്പ് മാറ്റിവെച്ചു. അതിനുശേഷം അതിന്റെ പെനാൽറ്റി ഫോളോ ചെയ്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. ആ കാര്യം എനിക്കറിയാം, എന്റെ ഫാമിലിക്കും അറിയാം, എന്റെ മനസ്സിനറിയാം, അദ്ദേഹത്തിനും അറിയാം. എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ ആഗ്രഹമില്ല. ഷമി, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ബരേലിയിൽ ഒരു മൗലാന ഫത്വ ഇട്ടു, താങ്കൾ ഒരു വലിയ പാപമാണ് ചെയ്തതെന്ന്. അതിന് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. അതായത് ഒരിക്കൽ നിങ്ങൾ ആ ചെയറിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫെയിമിനും നെയിമിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അതൊന്നും എന്നെ യാതൊരു തരത്തിലും ബാധിക്കില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. താങ്കളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത് ആരാണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള ജനങ്ങളാണ്. അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള ജനങ്ങൾ താങ്കളെ ഷമി കബാബ് എന്ന് വിളിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ഇംഗ്ലണ്ടിനെതിരെ വിക്കറ്റ് എടുത്തപ്പോൾ അവിടെ കബാബ് ബാൻ ചെയ്തു. ചിലരെന്നെ കബാബാക്കി തിന്നണമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ കാര്യമെടുത്താൽ നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാവില്ല. ഇവിടെയുള്ളവരാണോ പറയുന്നത് അതോ അവിടെയുള്ളവരാണോ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ പാടില്ല. പാകിസ്ഥാൻ ടീമിന്റെ വിക്കറ്റ് എടുത്ത സമയത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഷമി ഏത് ബോളിലാണോ ബോൾ ചെയ്യുന്നത് അതിനുള്ളിൽ ചിപ്പുണ്ടെന്ന് പറഞ്ഞു. അമ്പയർ സാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവരാണ് ബോൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അസൂയ മാത്രമാണെന്ന്, വേറൊന്നുമല്ല. കാരണം ഞങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ളവർക്ക് അസൂയയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു സെൻസായ കാര്യമല്ല. നമ്മൾ ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പോലെ. പിന്നെ ഒരുപാട് ലെവൽസ് അടിച്ചിട്ടുണ്ട്, നാഷണൽസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു ദേശീയ ചാനലിൽ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ആരും അത് ഒരിക്കലും ശ്രദ്ധിക്കാൻ പാടില്ലെന്നാണ്. താങ്കൾ അവരോടൊപ്പം കളിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ടീമിന് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം? അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തോന്നുന്നു. ബട്ട് നമുക്ക് മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലുത്. അവരുടെ പഴയ പ്ലേയേഴ്സ്, അതിൽ ആരോ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ടീം യൂസ് ചെയ്യുന്ന ബോൾ തന്നെ വേറെയാണ്, പാകിസ്ഥാൻ യൂസ് ചെയ്യുന്ന ബോൾ വേറെയാണെന്നുള്ള രീതിയിൽ. ബോളിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ബോക്സ് ബോൾ എടുത്തുകൊണ്ടുവരും, അമ്പയേഴ്സാണ് അത് കൊണ്ടുവരിക, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും. പിന്നെ ഏത് ടീമാണോ ആദ്യം ബോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ബോക്സ് വരും, അവരാണ് ആ ബോൾ ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ബോൾ ചെയ്യുമ്പോഴും ഒരു ബോക്സ് വരും, അവരാണ് അത് ചൂസ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കൃത്രിമത്വമില്ല. ബോൾ ചൂസ് ചെയ്ത ശേഷം അമ്പയറിന്റെ കയ്യിൽ കൊടുക്കും. ടെസ്റ്റ് മാച്ച് ആണെങ്കിൽ 2 ബോൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും അമ്പയർക്കും തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല, ഗ്രൗണ്ടിലുണ്ടാവും അത്ര തന്നെ. ഞങ്ങളപ്പോൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ബോക്സിൽ നിന്ന് ബോൾ എടുത്ത് ഏത് ഷേപ്പാണ് നല്ലത്, ഏത് ബോളാണ് നമുക്ക് കണക്റ്റ് ആവുക, അത് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് കൊണ്ടുവരുന്നത് തന്നെ. അതല്ലാതെ വേറൊന്നും അതിലില്ല. ഇവർ പറയുന്ന പോലെ യാതൊന്നുമില്ല.
ചിലപ്പോഴൊക്കെ ഡിവൈസ് ഉണ്ടെന്ന് പറയും. അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നു. ഒരിക്കലും അങ്ങനെ പാടില്ല. നിങ്ങൾ ക്രിക്കറ്റ് എൻജോയ് ചെയ്യണം. എപ്പോഴും ക്രിക്കറ്റിനെ ക്രിക്കറ്റായി തന്നെ കാണണം. അവരെന്താ പറയുന്നത് വെച്ചാൽ ഷമിയുടെ ബൗളിംഗ് നോക്കിയാണെങ്കിൽ ഇൻ സ്വിംഗ് ഔട്ട് സ്വിംഗ് ഒക്കെ നോക്കിയാ ഇതൊരു ഗോഡ് ഗിഫ്റ്റ് ആണെന്ന് പറയുന്നു. ശരി, അതെന്റെ ഗോഡ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് എന്ത് ഗോഡ് ഗിഫ്റ്റാ കിട്ടിയിരിക്കുന്നെന്ന് പറയൂ. അപ്പോ ഒന്നും അത്ര ക്യാമറകളില്ലായിരുന്നു. അതായത് നമ്മൾ തന്നെ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുത്തല്ലോ. ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗോഡ് എനിക്കത് തന്നല്ലോ. അത് വെച്ച് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. നിങ്ങൾ ആ ഗെയിം മാത്രം കണ്ടാ പോരെ ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന്. ഒരു കാര്യം നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല. ഒരു ബോൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് എറിയണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ആ കഠിനമായ അധ്വാനത്തെ നിങ്ങൾ ഒരിക്കലും സിമ്പിളായി കാണരുത്. വായി തോന്നിയതാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. ഞാൻ എപ്പോഴും പറയും, ആരെങ്കിലും കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവരെ കാലിപ്പിടിച്ച് വലിക്കരുത്. നിങ്ങൾക്ക് ആ സ്കില്ല് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ പ്രശംസിക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തെ കുറ്റം പറയുക, അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊന്നും ശരിയല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മയുണ്ട്. താങ്കൾ പാകിസ്ഥാനെതിരായിട്ട് കളിച്ചിട്ട് വന്ന സമയത്ത് താങ്കളുടെ ഗ്രാമത്തിൽ 50,000 പേര് ഒന്നു ചേർന്നെന്നാണ് കേട്ടത്. അതൊരിക്കൽ ഡെബ്യൂ ചെയ്ത സമയത്ത് അത് ഞാനും എക്സ്പെക്ട് ചെയ്തതല്ല, അത്രയും പേര് വരുമെന്ന്. ഞങ്ങളുടെ നാട്ടിൽ അത്രയും ജനങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഡൽഹിയിലായിരുന്നു മാച്ച് നടന്നിരുന്നത്. ആ സീരീസിന്റെ അവസാനത്തെ മാച്ചായിരുന്നു അത്. അന്ന് ഞങ്ങൾ 168 സംതിങ്ങിലെന്തോ ഔട്ടായി. ആ മാച്ചിൽ ജയിച്ചത് ഞങ്ങളായിരുന്നു. ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. ചേട്ടൻ എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നിരുന്നു. അച്ഛൻ ചോദിച്ചു, നിനക്ക് വേറെന്തെങ്കിലും പ്ലാനുണ്ടോ? വീട്ടിൽ 4-5 പേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, വരാന്ന് പറഞ്ഞു. ഞങ്ങള് പാതി വഴിക്ക് എത്തുമ്പോഴേക്കും ആരോ പറഞ്ഞു അവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 100-200 പേരുണ്ടാവുമെന്ന് പറഞ്ഞു. കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ ലോക്കൽ ഡിസ്ട്രിക്റ്റിന്റെ എൻട്രൻസിലെത്തുന്ന സമയത്ത് റോഡിൽ 50-ൽ കൂടുതൽ വണ്ടി നിൽക്കുന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാമെന്നാന്ന് പറഞ്ഞു. എന്താ കൂട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും പേരോ? അപ്പൊ എത്ര പേരോടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അതൊന്നും ചോദിക്കരുത്, നിങ്ങൾ നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞു. 3-4 കിലോമീറ്റർ വരെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ഒന്ന് വണ്ടി തിരിച്ചേന്ന്. കാരണം ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ലായിരുന്നു. 4 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ ഉടനെ അച്ഛന് ഫോൺ ചെയ്തു. അച്ഛൻ ചോദിച്ചു, എന്താ? നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഒക്കെ മോളിൽ കയറി നിൽക്കുന്ന പോലത്തെ കാറുണ്ടല്ലോ, അന്നതില്ലായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിൽ ബോണറ്റിൽ കൂടെ കയറി മോളിൽ കയറിയിരുന്നു. അവിടെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കൈ കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ എനിക്കത്രയും റെസ്പെക്റ്റ് കിട്ടി. രാജ്യത്തിനു വേണ്ടി കളിച്ചതിൽ, ജനങ്ങളുടെ സ്നേഹം കിട്ടിയതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നി. ആ 6 കിലോമീറ്റർ കടന്ന് വീട്ടിലെത്താൻ ഏകദേശം 5-6 മണിക്കൂറായി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ, നമ്മൾ 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ തോറ്റു. അന്ന് മാച്ച് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ഒരു സങ്കടകരമായ അവസ്ഥയായിരുന്നു. അപ്പോൾ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ വന്നിരുന്നു. അദ്ദേഹം വന്ന് മുഴുവൻ ടീമിനെയും പ്രോത്സാഹിപ്പിച്ചു. ആ കാഴ്ചകൾ രാജ്യം മുഴുവനും കണ്ടു. ആ ഒരു നിമിഷത്തെ നിങ്ങൾ എങ്ങനെയാണ് സാർ ഓർക്കുന്നത്? വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നോൺ സ്റ്റോപ്പായി കളിച്ച് ആ മാച്ചില് പെട്ടെന്ന് തോൽവി സംഭവിച്ചാൽ, അതും കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പെട്ടെന്ന് അത് സാധിക്കാതെ പോയാൽ, ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടിയില്ലല്ലോ എന്നോർത്ത് നമുക്ക് വേദനയുണ്ടാവും. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, എവിടെയാണ് നമ്മൾ ബെറ്റർ ആക്കേണ്ടിയിരുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കും ഗെയിമിന് ശേഷം. കാരണം അത് നമുക്ക് കിട്ടിയ ഒരു അത്ഭുതകരമായ ഒരു അവസരമായി. ആ സമയത്ത് ഞങ്ങൾ ആകെ തളർന്നുപോയി. പേഴ്സണലി എനിക്ക് തോന്നിയത്, കയ്യിൽ കിട്ടിയത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ്. നമ്മൾ അത്ര നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ച് കഠിനാധ്വാനം ചെയ്ത് അവസാന നിമിഷം അത് നമ്മുടെ കൈവിട്ടു പോയാൽ വളരെ വിഷമമുണ്ടാകും. പക്ഷേ ആ സമയത്ത് അവിടെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അകത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വരുന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ അകത്തിരുന്ന് ഷൂസ് മാറ്റുകയായിരുന്നു. ഷൂസ് വളരെ സ്ലോ മോഷനിലായിരുന്നു ഞാൻ കെട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് മൈൻഡ് ഓടുന്നില്ല, ശരിക്കും എന്തോ പോലെ. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, സാർ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ശരി പോട്ടെ, വന്നോട്ടെ എന്ന്.
എനിക്കപ്പോൾ മൂഡ് ശരിയല്ല, ഞാനെന്ത് ചെയ്യാനാ? സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 തവണ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരാ വന്നിരിക്കുന്നതെന്ന്. അതിനദ്ദേഹം പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഞാൻ എഴുന്നേറ്റ് നിന്നു. പിന്നീട് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് അദ്ദേഹം എൻട്രി ആയത്. അദ്ദേഹം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സംസാരിച്ചു. അതൊരു വലിയ കാര്യമാണ്. എന്തെങ്കിലും നല്ലത് നടന്നാൽ ഉടനെ സെലിബ്രേറ്റ് ചെയ്യാൻ വരും. അത് എല്ലായിടത്തും നമുക്ക് അനുഭവപ്പെടും. പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ദുഃഖത്തിൽ ആരാണോ പങ്കുചേരുന്നത് അയാളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തെന്ന്. അതുകൊണ്ട് അദ്ദേഹം ശരിക്കും ഗ്രേറ്റാണ്. അന്നത്തെ ആ മീറ്റിംഗ്, പിന്നെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ, അതെല്ലാം ഞങ്ങളെ ഒരുവിധം കംഫർട്ടബിളാക്കി. ശാന്തരായി കഴിക്കാനെങ്കിലും തോന്നി. അങ്ങനെയൊരു ഫീൽ ഞങ്ങൾക്കുണ്ടായി. ഞാൻ അതിനെല്ലാവരോടും നന്ദി പറയാണ്. ഇന്ത്യയിൽ ധാരാളം വേവ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. അന്നവിടുത്തെ ക്രൗഡ് തന്ന സപ്പോർട്ട് മാസീവായിരുന്നു, പമ്പപ്പ് ചെയ്യുന്ന പോലുണ്ടായിരുന്നു.